നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 524th day. Today 18th sloka of Pradhama Skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 524 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. അധാഖ്യാഗി ഹരേ ധീർമൻ അവതാര കഥാശുഭാ ലീലാവിദതദസ്വൈര്യം ഈശ്വരസ്യാത്മമായയാ. അധാഖ്യാഗി ഹരേ ധീർമൻ അവതാര കഥാശുഭാ ലീലാവിദതദസ്വൈര്യം ഈശ്വരസ്യാത്മമായയാ. ഓം തത്സത്. അലയോ ബുദ്ധിശാലിയായ സൂത, അവിടുന്ന് ഭഗവാന്റെ അവതാര കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും സൃഷ്ടി സംഹാരം സ്ഥിതി സംഹാരം തിരോധാനം അഹങ്കാരം എന്നിങ്ങനെയുള്ള അനുഗ്രഹം എന്നിങ്ങനെയുള്ള ഈ 5 അവസ്ഥകളെയും കുറിച്ച് ഭഗവാൻ ലീലകളാടുന്നു. ഈ 5 അവസ്ഥകളെയും എപ്രകാരമാണോ ഭഗവാൻ ലീലകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ ആ മംഗളപ്രദമായിട്ടുള്ള ആ ഹരിയുടെ മത്സ്യാവതാരം തുടങ്ങിയിട്ടുള്ള എല്ലാ കഥകളും എല്ലാ ലീലകളും ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു തന്നാലും അവിടുന്ന് ആഖ്യാനം ചെയ്ത് തന്നാലും എന്ന് ആ സൂതനോട് വളരെ വിനയത്തോടു കൂടി വീണ്ടും ഈ ശൗനകാദി മുനിമാർ പറയുകയാണ്. ഞങ്ങൾക്ക് വിശദമായിട്ട് ആ ഭഗവാന്റെ ലീലാവതാരങ്ങൾ ആഖ്യാനം ചെയ്ത് തന്നാലും പറഞ്ഞു തന്നാലും വിശദമായിട്ട് പറഞ്ഞു തന്നാലും മത്സ്യാവതാരങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോ അവതാര കഥകളും പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. വിദഗ്ധത എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് സ്വന്തം ഇച്ഛ കൊണ്ട് സ്വേച്ഛയ ഭഗവാന്റെ അവതാര കഥകൾ സ്വൈര്യം ഈശ്വരസ്യ ആത്മമായ ഭഗവാന്റെ ആ ഈശ്വരനായ ഹരിയുടെ ശുഭങ്ങളായിട്ടുള്ള അവതാര കഥകളെ അല്ലയോ ബുദ്ധിമാനായ സൂത, ഞങ്ങൾക്ക് ധീമൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധീ ഉള്ള ആൾ, ധീ എന്നാൽ ബുദ്ധി, ധീമൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായവനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ശൗനകാദികൾ. നമുക്കറിയാം, ശൗനകാദികൾ നൈമിശാരണ്യത്തിൽ ഒരു സത്രം 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം ആരംഭിക്കുമ്പോൾ അവിടെ സൂതനാകുകയും ആഗതനാവുകയും ആ സൂതനോട് ഞങ്ങൾക്ക് ഈ കലിദോഷ നിവാരണത്തിനായിട്ട് അവിടുന്ന് ഒരു ഭഗവത് കഥ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് ആ ഭഗവത് കഥ എപ്രകാരമായിരിക്കണം, ആ ഭഗവാന്റെ ലീലാവതാരങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് ഓരോ ശ്ലോകത്തിലായിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അധാഖ്യാഗി ഹരേ ധീമൻ അവതാര കഥാശുഭാ ലീലാവിദതദസ്വൈര്യം ഈശ്വരസ്യാത്മമായയാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.